ഹലോ. ഞാൻ എപ്പോൾ ജീൻസ് വാങ്ങിയാലും അതിൻ്റെ വേസ്റ്റ് ഇത്രയും ലൂസായിരിക്കും കേട്ടോ. എനിക്കെപ്പോഴും കറക്റ്റായിട്ട് കിട്ടാറില്ല. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ പാൻറ്റിൻ്റെയും ബെൽറ്റ് ഇട്ടിട്ടാണ് ഇടാറ്. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ വേണ്ടാന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ യൂട്യൂബിലൊക്കെ തപ്പിയപ്പോൾ ഒരു വീഡിയോ കണ്ടു. അതുപോലെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടത് നമുക്കിതുപോലെ ഒരു സൂചി നൂലും ഒരു കത്രിക അതുപോലെ തന്നെ ഇലാസ്റ്റിക്കുമാണ്. അപ്പോൾ ഞാൻ എൻ്റെ പഴയൊരു പാൻറ്റിൽ നിന്ന് എടുത്തൊരു ഇലാസ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയാണോ അതായത് ടൈറ്റ് വേണ്ടേ അത്രയും നമ്മൾ അടയാളപ്പെടുത്തിയതിന് ശേഷം അതിനേക്കാൾ ചെറിയ സൈസ് ഇലാസ്റ്റിക്കാണ് എടുക്കേണ്ടത്. അത് കറക്റ്റായിട്ട് തന്നെ എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് അത് വീണ്ടും ലൂസാവും. അപ്പോൾ നമ്മൾ ഈ മാർക്ക് ചെയ്ത ഭാഗത്ത് ഇതുപോലെ 2 കട്ട് കൊടുക്കുക. അപ്പോൾ കട്ടൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക, ഇതിൻ്റെ നല്ല വശത്തോട്ട് അത് വരാതിരിക്കാൻ വേണ്ടി. ഉള്ളിൽ മാത്രമാണ് നമ്മൾ തട്ടിക്കൂട്ട് പരിപാടി ചെയ്യുമ്പോൾ എപ്പോഴും അത് പുറത്തോട്ടാവാതെ നോക്കണം. അതിന് ശേഷം ഇങ്ങനെ ഈ ഇലാസ്റ്റിക്കിലൊരു സേഫ്റ്റി പിന്നിട്ടിട്ട് നമ്മൾ നമ്മുടെ പാൻസിനൊക്കെ ഇങ്ങനെ എന്താ പറയുക കയറിടുന്ന പോലെ തന്നെ ഇതിലും ഇങ്ങനെ ഉള്ളിലേക്ക് ഇട്ട കട്ടിൻ്റെ ഉള്ളിലേക്കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ അറ്റത്താവുമ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു കാര്യം പറയട്ടെ, എനിക്ക് സ്റ്റിച്ചിങ് ഒട്ടും അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ വീഡിയോ കണ്ടിട്ട് അതുപോലെ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ എൻ്റെ സ്റ്റിച്ചിങ് ഒട്ടും നന്നല്ലായിരിക്കും. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് അറിയുന്ന പോലെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പുറം വശത്തേക്ക് വരുന്നില്ല കേട്ടോ, ഉള്ളിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത്ര ധൈര്യമായിട്ട് ചെയ്യണേ. അപ്പോൾ ഇവിടെ ഫിക്സ് ആയതിന് ശേഷം നമുക്ക് ബാക്കി വന്ന അതിൻ്റെ നമ്മൾ ആ കട്ടിൻ്റെ അപ്പുറത്തോട്ടിട്ട ആ ഒരു ഇലാസ്റ്റിക് വലിച്ചിട്ട് നമുക്ക് എത്രയാണോ ടൈറ്റ് വേണ്ടത് അതിനനുസരിച്ച് ഒന്നിങ്ങനെ വലിച്ചെടുക്കുക. അപ്പോൾ അത് വലിച്ചെടുക്കുമ്പോൾ തന്നെ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ഒരു ചുളിവ് വരും. എന്നിട്ട് ആ ഭാഗത്തും നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും വലിച്ചു കൊടുത്തതിന് ശേഷം അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ സ്റ്റിച്ചിങ്ങൊന്നും ഞാൻ കറക്റ്റായിട്ട് കാണിക്കുന്നില്ല, കാരണം സ്റ്റിച്ച് അറിയാത്ത ഒരാളുടെ സ്റ്റിച്ചിങ് കണ്ടിട്ട് വലിയ കാര്യമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇട്ട് നോക്കി അത് കറക്റ്റ് ആവും കേട്ടോ. അപ്പോൾ എനിക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ എൻ്റെ എലാസ്റ്റിക്കിൻ്റെ അളവ് കറക്റ്റ് ആയിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് സൈഡിലും കൂടെ ഈ സെയിം മെത്തേഡിൽ ഒരു എലാസ്റ്റിക് ഇടേണ്ടി വന്നു. അപ്പോൾ ലാസ്റ്റ് ലുക്ക് ഇങ്ങനെയാട്ടോ വരുന്നത്. എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്തേക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. ബൈ.